ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മീരാസ് ഫ്ലേവേഴ്സ് ടുഡേയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് മലബാറുകാരുടെ സ്വന്തം ഉന്നക്കായയാണ്. ഉന്നക്കായ അല്ലെങ്കിൽ കായട കഴിച്ചു നോക്കാത്തവർ വളരെ ചുരുക്കമായിരിക്കും. ഇത് ഒരിക്കലെങ്കിലും വീട്ടിലുണ്ടാക്കി നോക്കാൻ ആഗ്രഹിക്കുന്നവരും കാണും. പക്ഷെ പഴത്തിന്റെ വേവ് ആണ് ഇതിന്റെ മെയിൻ എന്ന് എല്ലാവരും പറയുന്നതുകൊണ്ട് അത് ശരിയാവുമോ എന്ന് ഭയക്കുന്നവർക്കുള്ളതാണ് ഈ വീഡിയോ. ഇത് മുഴുവനായി കാണുമ്പോൾ നിങ്ങൾക്ക് വളരെ കറക്റ്റായിട്ട് ഉന്നക്കായ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാവും. അപ്പോൾ നമുക്ക് ഒട്ടും താമസിക്കാതെ വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ ഓവറായിട്ട് പഴുക്കാത്ത 2 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. അതിനെ ഞാൻ ഇതുപോലെ ഹാഫായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അത് സ്റ്റീം ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയാണ് ഇങ്ങനെ കട്ട് ചെയ്തത്. കട്ട് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇങ്ങനെ കട്ട് ചെയ്ത നേന്ത്രപ്പഴം നല്ല ചൂടായ ഒരു സ്റ്റീമറിലേക്ക് അല്ലെങ്കിൽ ഇഡ്ഡലി തട്ടിലേക്ക് ഒരു 5 മിനിറ്റോ അതിൽ താഴെയോ സമയം വേവിച്ചെടുക്കണം. ഞാനിവിടെ 5 മിനിറ്റ് വേവിച്ചപ്പോൾ തന്നെ നന്നായിട്ട് വെന്ത് വന്നു. ഇത്രയ്ക്കും വേവാൻ പാടില്ല, കാരണം ഇത് നമ്മൾ കുഴച്ചെടുക്കുമ്പം ശരിക്കും കുറച്ച് വാട്ടറി ആയിരിക്കും. അപ്പോൾ അതിന് എനിക്ക് മനസ്സിലായത് ഉന്നക്കായയുടെ പരുവത്തിനേക്കാളും കുറച്ച് കൂടുതൽ പഴുത്ത നേന്ത്രപ്പഴമാണ് ഞാൻ എടുത്തത്. പക്ഷെ എന്നാലും ഇതിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്താൽ അത് കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. അത് വീഡിയോയുടെ അടുത്ത ഭാഗം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ചെറിയ ചൂടോടുകൂടി തന്നെ നേന്ത്രപ്പഴത്തിന്റെ തൊലി മാറ്റിയ ശേഷം നന്നായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിന് അകത്തുള്ള അരിയും അതുപോലെ പുറത്തുള്ള നാരും നീക്കം ചെയ്തിട്ട് ഒരു മിക്സിംഗ് ബൗളിലേക്ക് മാറ്റണം. എന്നിട്ട് ഇതുപോലത്തെ ഒരു സ്മാഷറോ അല്ലെങ്കിൽ ഒരു സ്പൂണിന്റെ ബാക്ക് വെച്ചിട്ടോ നന്നായിട്ട് മാഷ് ചെയ്യാം. അപ്പോൾ കുറച്ച് വാട്ടറി ആണെങ്കിൽ നമ്മൾ ഇതുപോലെ 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർക്കുക. അപ്പത്തിനും ഇടിയപ്പത്തിനും എടുക്കുന്ന അരിപ്പൊടിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇതുപോലെ കുഴച്ച ഈ ഒരു പരുവത്തിന് കിട്ടും. ഏകദേശം ഒരു ചപ്പാത്തി മാവിന്റെ ഒരു കൺസിസ്റ്റൻസിയിലിരിക്കണം. നമ്മൾ കൃത്യമായിട്ടുള്ള പഴുപ്പുള്ള നേന്ത്രപ്പഴമാണ് എടുത്തിരുന്നെങ്കിൽ അരിപ്പൊടി ചേർക്കേണ്ട ആവശ്യമില്ലായിരുന്നു. ഇനി അടുത്തതായിട്ട് സ്റ്റഫിംഗ് റെഡിയാക്കാം. അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയ ശേഷം അതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ചേർക്കാം. നെയ്യ് ഒന്ന് ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് ചേർക്കാം. ഞാനിവിടെ കാഷ്യൂനട്ടും ബദാമും പിസ്തയും ജസ്റ്റ് ഒന്ന് ചോപ്പ് ചെയ്തിട്ട് ചേർത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ആവുമ്പോഴേക്കും ഇതിലേക്ക് കുറച്ച് കിസ്മിസ് ചേർക്കാം. കിസ്മിസും ഒന്ന് റോസ്റ്റായി കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് 1/4 കപ്പ് തേങ്ങ ചിരവിയത് ചേർക്കാം. തേങ്ങ ജസ്റ്റ് ഒന്ന് വാടി കഴിയുമ്പോൾ നമുക്ക് ഒരു ഫ്ലേവറിനായിട്ട് 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർക്കാം. അതിനുശേഷം 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും അതുപോലെ നിങ്ങളുടെ കയ്യിൽ ടൂട്ടി ഫ്രൂട്ടി ഉണ്ടെങ്കിൽ കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയും കൂടെ ഒരു 2 മിനിറ്റ് റോസ്റ്റ് ചെയ്തതിന് ശേഷം ചൂടാറാനായിട്ട് മാറ്റിവെക്കാം. ഇനി അടുത്തതായിട്ട് പഴത്തിന്റെ കൂട്ടിലേക്ക് ഇത് സ്റ്റഫ് ചെയ്യാന്നുള്ളതാണ്. അതിനായിട്ട് നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചിരിക്കുന്ന പഴത്തിന്റെ മിക്സിൽ നിന്നും ചെറിയൊരു ബോൾ എടുത്തിട്ട് അത് ഉള്ളംകൈയിൽ കുറച്ച് നെയ്യ് തടവിയ ശേഷം അതിൽ വെച്ച് ഒന്ന് പരത്തുക. എന്നിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ സ്റ്റഫിംഗ് വെച്ച ശേഷം ഇതുപോലെ എല്ലാ സൈഡിൽ നിന്നും കൊണ്ടുവന്ന് സീൽ ചെയ്യുക. സീൽ ചെയ്യുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് വെള്ളത്തിൽ കൈ നനച്ചിട്ട് ഒന്ന് സീൽ ചെയ്യുക. അല്ലെങ്കിൽ കുറച്ച് നെയ്യ് വെച്ചിട്ട് സീൽ ചെയ്ത് ഇതുപോലെ ഓവൽ ഷേപ്പിലുള്ള ബോൾസ് ആയിട്ട് റൗണ്ട് ചെയ്ത് എടുക്കാം. അതുപോലെ എല്ലാ പീസസും ചെയ്തെടുക്കുക. എനിക്ക് 11 പീസസാണ് മൊത്തം കിട്ടിയത്. പഴത്തിൻ്റെ കട്ടി എത്രത്തോളം കുറയ്ക്കാവോ ഉന്നക്കായ കടിക്കുമ്പോൾ അത്രയും ആ സ്റ്റഫിൻ്റെ ടേസ്റ്റ് നമുക്ക് കൂടുതൽ കിട്ടും. ഇതുപോലെ എല്ലാം ചെയ്തെടുത്തതിന് ശേഷം അരിപ്പൊടി ചേർത്തിട്ടുള്ളവരാണെങ്കിൽ ഒരു 20 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം വറുത്തെടുക്കുക. ഉന്നക്കായ വറുത്തെടുക്കുന്നതിനായിട്ട് ഏത് എണ്ണ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നന്നായിട്ട് ചൂടായ എണ്ണയിലേക്ക് ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്ന ഉന്നക്കായയുടെ പീസസ് ഓരോന്നായിട്ട് ഇടാം. ഞാൻ എടുത്തിരിക്കുന്ന ഈ വോക്കിൽ 2 ഉന്നക്കായയുടെ പീസസ് വരെയാണ് ഒരു സമയത്ത് എനിക്ക് വറുത്തെടുക്കാൻ പറ്റുള്ളൂ. മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡ് ആവുന്നത് വരെ വേണം വറുത്തെടുക്കാൻ. ഇതിൻ്റെ അകം വേവാനൊന്നുമില്ല, നമ്മൾ അകത്തെ സ്റ്റഫിംഗ് വേവിച്ചാണ്, അതുപോലെ പഴവും വെന്തതാണ്. എന്നിട്ട് ഹൈ ഫ്ലെയിമിലാക്കിയതിന് ശേഷം വേണം വറുത്ത് കോരാൻ. അങ്ങനെ വളരെ ടേസ്റ്റിയും ഈസിയും പെർഫെക്റ്റുമായ ഉന്നക്കായയുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. നിങ്ങളെല്ലാവരും സേഫായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ ഇറ്റ്സ് മീര സൈനിങ് ഓഫ്. താങ്ക് യു.